എവരിവൺ, വെൽക്കം ടു സാലം ലേണിംഗ്. അപ്പോൾ മക്കളെ എല്ലാവരും അടിപൊളിയായി അടുത്തതായിട്ടുള്ള നമ്മുടെ എക്സാം, അതായത് ബേസിക് സയൻസിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് ഉത്തരം സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും പട്ടികപ്പെടുത്തിയിരിക്കുന്നു, ഉചിതമായിട്ട് പൂരിപ്പിച്ച് പട്ടിക പൂർത്തിയാക്കുക. Some acids and their uses are listed below. Complete the table. നിങ്ങൾക്ക് താഴെ ഒരു ടേബിൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടേബിളിലെ ആസിഡും അതിന്റെ യൂസസും ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. പക്ഷെ എല്ലാ ആസിഡിന്റെ യൂസസും ഇവിടെ കൊടുത്തിട്ടില്ല. അതിൽ വിട്ടുപോയത് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അപ്പൊ ഏതൊക്കെ തന്നിട്ടുണ്ട്? അസിറ്റിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, ടാനിക് ആസിഡ് ഉണ്ട്. ഇനി ഇതിനകത്ത് ഏതിന്റെയൊക്കെ യൂസസ് തന്നിട്ടുള്ളത്? സിട്രിക് ആസിഡിന്റെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൈട്രിക് ആസിഡിന്റെയും തന്നിട്ടുണ്ട്. ഏതിന്റെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം? അസിറ്റിക് ആസിഡിന്റെയും കണ്ടുപിടിക്കണം, ടാനിക് ആസിഡിന്റെയും കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇതുപോലെ തന്നെ ആസിഡിന്റെയും ബേസിന്റെയും കുറച്ച് യൂസസ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ആസിഡിന്റെയും അതിന്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ബേസ് അതിന്റെ ഉപയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അസിറ്റിക് ആസിഡും ഫോർമിക് ആസിഡും സിട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ടാനിക് ആസിഡും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന്റെ എല്ലാം അറ്റ്ലീസ്റ്റ് ഒരു യൂസേജ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഒരു യൂസ് എങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അത് മറന്നു പോവരുത്. അപ്പൊ എങ്ങനെയാണോ ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ ഏത് ആസിഡിന്റെ യൂസ് എഴുതാനാണോ ചോദ്യം വരുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് അന്നേരം ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന വസ്തുക്കളുടെ പൊതുവായ പേരെഴുതുക. ഇത്തരം വസ്തുക്കളുടെ പൊതുവായ ഒരു സ്വഭാവം എഴുതുക. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് ദി സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. റൈറ്റ് എനി വൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് സബ്സ്റ്റൻസസ്. നമുക്കറിയാം, നമ്മൾ 2 ലിറ്റ്മസ് പേപ്പർ പഠിച്ചിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. അതിപ്പോൾ റെഡ് കളറിലുള്ള ലിറ്റ്മസും ഉണ്ട്, ബ്ലൂ കളറിലുള്ള ലിറ്റ്മസും ഉണ്ട്. ഇതിൽ ഏത് ലിറ്റ്മസ് പേപ്പർ ആയിക്കൊള്ളട്ടെ, അതൊരു റെഡ് കളറിലേക്കാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയും ആ സബ്സ്റ്റൻസ് ആസിഡ് ആണ് എന്ന്. ഇനി അതേസമയം ഏത് ലിറ്റ്മസ് പേപ്പർ ആയിക്കൊള്ളട്ടെ, അതൊരു ബ്ലൂ കളറിലേക്കാണ് അതിന്റെ നിറം കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, ബേസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം അനുസരിച്ച് റെഡ് കളറിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. സോ ഈ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആസിഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ആസിഡിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കണം. ആസിഡിന്റെ പുളിരുചിയാണ്, അതുപോലെ തന്നെ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നുണ്ട്. സോർട്ടേസ്റ്റ് ആണ്, ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ലിറ്റ്മസ്. ഇനി അതേസമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിന്റെയും ജസ്റ്റ് കുറച്ച് പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ആൽക്കലൈൻ നേച്ചർ ആണ്, അതായത് കാരരുചിയാണ്. അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂവിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ സ്ലിപ്പറി, അതായത് വഴുവഴുപ്പുണ്ട്. ഇനി നമ്മൾ ഇതാ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ. നമുക്ക് നോക്കാം. തൈരില് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ് കേട്ടോ. തൈരിൽ അങ്ങനെ ഒരു ബാക്ടീരിയ ഉണ്ട്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണോ? അല്ല. തൈരിലും അതുപോലെ തന്നെ മോരിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. അതേസമയം നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡ്. അപ്പൊ ഇത് തെറ്റാണ്. ആസിഡുകൾക്ക് പുളിരുചിയാണ് ഉള്ളത്. അതെന്താണ്? ശരിയാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. അത് ശരിയാണോ? അല്ല അല്ലെ. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് മാലിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം അതുപോലെ തന്നെ 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ തന്നിട്ടുണ്ട്. അവരുടെയും അല്ലെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് മോരുണ്ട്, അതുപോലെ തന്നെ വിനാഗിരി, നാരങ്ങ, പുളി, ആപ്പിള്, നെല്ലിക്ക, തക്കാളി, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ആസിഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളോട് വേറൊരു ഇൻഫർമേഷൻ കൂടി മിസ് ചെയ്താ പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10% ഡിസ്കൗണ്ടോട് കൂടി നമ്മുടെ പുതിയ ഒരു ബാച്ച് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമ്മുടെ ഡിസ്കൗണ്ട് ഓഫർ നമ്മൾ ഇതാ 23-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ന്യൂസും കൂടി ഇതാ ഈ ഒരു ടൈമിൽ ഞാൻ ഷെയർ ചെയ്യുവാണ്. സോ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ എക്സാം. ബൈ.